നമുക്കൊപ്പം രണ്ട് ചങ്ങാതിമാർ കൂടി ചേർന്നിട്ടുണ്ട്. എന്താ പേര്? ബാബുജി ഫ്രം കോട്ടയം. ബാബുജി ഫ്രം കോട്ടയം. ഗോപാലകൃഷ്ണൻ ജി ഫ്രം കരുനാഗപ്പള്ളി കൊല്ലം. ഗോപാലകൃഷ്ണൻ ജി ഫ്രം കരുനാഗപ്പള്ളി കൊല്ലം. ബാബുജി കോട്ടയം, ഗോപാലകൃഷ്ണൻ ജി ഫ്രം കരുനാഗപ്പള്ളി. എന്താണ് ജോലി ഇവിടെ? വിടുകാണ്ട് ആ ബോട്ടിലാണ് കിടക്കുന്നത്. ആ ബോട്ടിലാണ്. എങ്ങനെയുണ്ട്? ബോട്ടിൽ ഇപ്പം പൊതുവെ യാത്രക്കാർ കുറവാണെന്നൊരു പരാതി ഞാൻ കേട്ടു. ഇപ്പം നമുക്ക് പൊതുവെ കുഴപ്പമില്ല. ഈ ഒരു മാസം കംപ്ലീറ്റ് നമുക്ക് പണിയാണ്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് വാട്ടർ മെട്രോ ഞങ്ങൾക്ക് ചെറിയ പണിയുണ്ട്. ചെറിയ വയറ്റത്തടിച്ചു. പക്ഷെ വാട്ടർ മെട്രോയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. പക്ഷെ നിങ്ങളെ കൂടി പരിഗണനയിൽ എടുക്കണമെന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. അല്ല, അങ്ങനെയല്ല, അത് ചാർജ് നമ്മൾ വ്യത്യാസം ഉണ്ട്. അത് 40 രൂപയ്ക്ക്. കാര്യം ഇലക്ട്രിക് ബോട്ട് ആയതുകൊണ്ട് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടൂറിസം. നിങ്ങൾ ഇലക്ട്രിക് ബോട്ട് എന്താ ഇറങ്ങാത്തെ? ഇത് കോസ്റ്റ്ലി അല്ലേ, അതുകൊണ്ട്. എന്നാലും ഇതൊക്കെ 1 കോടി രൂപ വിനായകൻ എന്നൊക്കെ പറയും. വിനായകൻ വലിയ ബോട്ടാ. വലിയ ബോട്ടാ. അത് 96 ആളിന്റെ ബോട്ടാണത്. വിനായക പിന്നെ AC ആണ്. വാട്ടർ മെട്രോയ്ക്ക് ചലഞ്ചാ. പക്ഷേ റേറ്റ് വലിയ വ്യത്യാസമുണ്ട്. അത് 40 രൂപ. നമുക്ക് എത്ര രൂപ? 100 രൂപയോ? നമുക്ക് 200 100 ഒക്കെ വരും. 200 നോർമലി 1 മണിക്കൂർ ആണെങ്കിൽ 100 രൂപ, ഇൻക്ലൂഡിംഗ് AC ആണെങ്കിൽ 200 വരും. 200 വരും. മറ്റാണെങ്കിൽ 40 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അത് വല്ലാത്ത വയറ്റത്തടിച്ചു എന്നുള്ളത്. വേറൊരു കാര്യമുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ട്രിപ്പായിരിക്കും. ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല പാട്ടിട്ട് കൊടുക്കും, അവർക്ക് ഡാൻസ് കളിക്കാനുള്ള സൗകര്യം കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാ ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ പോവാ. ഇതൊക്കെ വാട്ടർ മെട്രോയിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഫെസിലിറ്റീസ് അതിനില്ല. ഞങ്ങൾ ഇവിടുന്ന് വിട്ട് കഴിയുമ്പോൾ ഇവിടെ ഈ APJ അബ്ദുൽ കലാം മാർഗ് മുതല് അങ്ങ് 1 മണിക്കൂറൊക്കെ ശ്വാസം വിടാതെ സംസാരിക്കും. പ്രധാനമായിട്ട് നിങ്ങൾ ട്രിപ്പ് എങ്ങനെ? ഇപ്പൊ ഒരു വിദേശി വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുക? കൊച്ചിയിൽ എന്തൊക്കെ കാണണമെന്ന് പറയും? അവരുടെ നമ്മളെക്കാൾ കൂടുതൽ അവരുടെ ഉണ്ടല്ലോ ഇതിന്റെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കും, ഇന്നടത്തൊക്കെ പോകുന്ന. എത്ര ഭാഷ അറിയാം? ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം. 4 ഭാഷകൾ അറിയാം. ആ 4 ഭാഷകളിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അല്ലേ? ഓക്കെ, ഗ്രേറ്റ് സാർ. രാവിലെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിക്കാൻ പോയി കഞ്ഞി കുടിക്കാന്ന് വെച്ചാൽ രാവിലെ കഞ്ഞി നോർമലായിട്ട് കഞ്ഞി കുടിക്കണം. അപ്പൊ കോപ്പറേഷൻ ചേട്ടാ, അപ്പൊ സുഖമായിട്ടിരിക്കുക. ഹാപ്പി അല്ലേ? ഹാപ്പി. ഹാപ്പി.